ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇടാൻ പോലീസ് ഇ.പിയിൽ നിന്ന് വീണ്ടും പരാതി എഴുതി വാങ്ങും. ഇ.പി. ജയരാജനോട് വീണ്ടും പരാതി നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടു. പരാതി കിട്ടിയ ഉടൻ എഫ്ഐആർ ഇടാനാണ് തീരുമാനം. എം രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഒടുവിൽ കേസെടുക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെ ഡോക്ടർ അരുൺ, ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം DGP-യാണ് DYSP ഓഫീസിലേക്ക് അയക്കുന്നത്. ഇന്നലെയായിരുന്നു ആ ഒരു നിർദ്ദേശം വന്നത്. ഈ നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.പി. ജയരാജനോട് വീണ്ടും പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെടുന്നത്. അതായത് കുറെ മുൻപ് നൽകിയ പരാതിയാണ്. ഈ പരാതിയിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നിരുന്നു. ഈ അന്വേഷണത്തിൽ DC-യിലെ ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരവാദി അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്ത ഒരാൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ DGP റിപ്പോർട്ട് തിരിച്ചയക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണം നടത്തി വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിനകത്താണ് പ്രസാധന ചുമതലയുള്ള ശ്രീകുമാറിന്റെ പേരുൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് പോലീസ് വീണ്ടും DGP-ക്ക് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിനകത്തും പോലീസ് പറഞ്ഞിരുന്ന ഒരു പ്രധാന നിയമപ്രശ്നം എന്ന് പറയുന്നത് പകർപ്പവകാശ നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസായതിനാൽ പോലീസിന് കേസെടുക്കുന്നതിലുള്ള ചില നിയമ സാങ്കേതിക തടസ്സങ്ങളാണ്. എന്നാൽ ഈ സാങ്കേതിക തടസ്സങ്ങളൊന്നും തന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് DGP വീണ്ടും നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ട് മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കുറെ മുൻപ് നൽകിയിട്ടുള്ള പരാതിയായതിനാൽ വീണ്ടും ഇ.പി. ജയരാജനോട് കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്ന സ്പെസിഫിക് ആയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പരാതി എഴുതി വാങ്ങും. ഇതിനുശേഷമായിരിക്കും എഫ്ഐആർ ഇടുക. ശ്രീകുമാറിന്റെ പേരെന്തായാലും എഫ്ഐആറിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എഫ്ഐആർ ഇട്ടതിന് ശേഷമായിരിക്കും എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് ഇതിനകത്ത് ചുമത്തിയിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുക. ഇന്നോ നാളെയായി എഫ്ഐആർ ഇടും. ഇ.പി. ജയരാജൻ എത്ര പെട്ടെന്ന് ഈ പരാതി DYSP ഓഫീസിലേക്ക് അയച്ചു നൽകുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എഫ്ഐആർ ഇടുക. അരുൺ.